നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ വിധി നിർണായകമായ രാത്രി കഴിയുമ്പോൾ 9ാം സ്ഥാനവും കൊണ്ട് കളിക്കാനിറങ്ങിയ FC ബാഴ്സലോണ തകർപ്പൻ വിജയം നേടി ടോപ്പ് 8-ൽ ഫിനിഷ് ചെയ്തപ്പോൾ 3ാം സ്ഥാനവും കൊണ്ട് കളിക്കാനിറങ്ങിയ റയൽ മാഡ്രിഡ് പൊട്ടി തകർന്ന് ടോപ്പ് 8-ൽ നിന്ന് താഴെ പ്ലേ ഓഫിലേക്ക് വീണുപോയിരിക്കുന്നു. വല്ലാത്തൊരു രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത്. ബാഴ്സലോണ ഇൻ സ്റ്റൈൽ 4-1 കോപ്പൻഹേഗനെ പരാജയപ്പെടുത്തി. തുടക്കത്തിലൊന്ന് പണി കിട്ടിയതാണ് ബാഴ്സക്ക്. ആദ്യ പകുതി അത്ര മികച്ചതല്ലായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ ഗോൾ വർഷം നടത്തിക്കൊണ്ട് അവര് തകർപ്പൻ ജയം തന്നെ നേടിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16ലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. ബാഴ്സയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കിയും യമാലും റാഫിഞ്ഞയും റാഷ്ഫോർഡുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ഡോസണിലൂടെ കോപ്പൻഹേഗൻ ആദ്യ ഗോൾ നേടിയിരുന്നു. മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് യമാലും ലോപ്പസും റാഫീഞ്ഞയും ലെവൻഡോസ്കിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. എന്നാൽ ക്യാമ്പ് നൗവിനെ നിശബ്ദമാക്കിക്കൊണ്ട് 4ാമത്തെ മിനിറ്റിൽ തന്നെ ഡോസണിലൂടെ കോപ്പൻഹേഗൻ ലീഡെടുത്തിരുന്നു. ആദ്യ പകുതി ബാഴ്സക്ക് അത്ര മികച്ചതായിരുന്നില്ലെങ്കിലും രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ആ ഗോൾ മടക്കിയെന്ന് മാത്രമല്ല, 60ാമത്തെ മിനിറ്റിൽ ലാമിനെ യമാലിന്റെ ഗോൾ വന്നതോടെ ബാഴ്സ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് ലഭിച്ച പെനാൽറ്റി റാഫിഞ്ഞ ഗോളാക്കി മാറ്റിയതോടെ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അവസാനം 85ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്ക്. അങ്ങനെ അടുത്ത ഫ്രീ കിക്ക് ടേക്കർ സ്ഥിരമായിട്ട് നിങ്ങളാണോ എന്നൊക്കെ റാഷ്ഫോർഡിനോട് കളിക്ക് ശേഷം ചോദിക്കുന്നുണ്ട്. നോ, ട്രെയിനിങ്ങിൽ ഞങ്ങൾ അങ്ങനെ പലരും ഫ്രീ കിക്കുകളൊക്കെ എടുക്കാറുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ഗോൾ കൂടി വന്നപ്പോൾ 4-1 തകർപ്പൻ വിജയത്തോടെ ബാഴ്സലോണ അവരുടെ ലക്ഷ്യം നേടിയിരിക്കുകയാണ്. അതേസമയം അൽവാരോ അർബിലോയുടെ കീഴില് ഹോസെ മൊറീഞ്ഞോയുടെ ബെൻഫിക്കയെ നേരിടാനിറങ്ങിയ റയൽ മാഡ്രിഡിന് കിട്ടിയതാവട്ടെ വലിയ കൊട്ടാണ്. അത് അവസാന നിമിഷത്തിലുണ്ടല്ലോ, അവസാന നിമിഷത്തിൽ ആ ഗോള്, ട്രൂബിന്റെ ഗോൾ കീപ്പറുടെ ഹെഡർ ഗോള്, ആ ഗോളാണ് ബെൻഫിക്കയെ 24ാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ അവർ എലിമിനേറ്റഡാ, അല്ലെങ്കിൽ അവർ പുറത്താ. അവിടെയാണ് മൊറീഞ്ഞോ മാജിക് നമ്മൾ കണ്ടത്. ഗോൾ കീപ്പറോട് മുന്നോട്ട് കയറി നിൽക്കാനും അവിടെ തന്നെ നിന്ന് ആ ഒരു അവസരം മുതലെടുക്കാനും ഒക്കെ ആവശ്യപ്പെട്ടത്. അതിന്റെ ഫലമായിട്ടാണ് ആ ഒരു ഗോൾ വന്നത്. ആ ഗോളിന്റെ ഫലമായിട്ടാണ് അവര് വിജയിച്ചിരുന്നെങ്കിലും ഈ ഗോൾ ഡിഫറൻസ് മറികടന്നുകൊണ്ട് ഈ പ്ലേ ഓഫ് എങ്കിലും പിടിച്ചത്. അതേസമയം റയലിന് 3ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് വീഴേണ്ടി വന്നു. 4-2 തോൽവിയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഷെൽഡ്രൂപ്പിന്റെ ഇരട്ട ഗോളുകൾ, പിന്നെ പാവ്ലിഡിസിന്റെ ഒരു പെനാൽറ്റി ഗോള്, ഗോൾ കീപ്പർ ട്രൂബിന്റെ ഗോള്, ഇതാണ് ബെൻഫിക്കയുടെ ഗോൾ സ്കോറർമാരെങ്കിൽ കിലിൻ എംബാപ്പയാണ് റയലിന്റെ 2 ഗോളും കണ്ടെത്തിയത്. റോഡ്രിഗോക്ക് റെഡ്, അസൻസിയോക്ക് റെഡ്. റയലിന് അടുത്ത കളിക്ക് ഈ താരങ്ങൾ പ്ലേ ഓഫ് കളിക്കുമ്പോൾ സസ്പെൻഡഡ് ആണ് എന്നുള്ള നിരാശ കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. കളിയിൽ വിനി ജൂനിയറും എംബാപ്പയും മാസ്റ്റോണ്ടൂനയും ഒക്കെ ചേർന്നുകൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് പാവ്ലിഡിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹോസെ മൊറീഞ്ഞോ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 30ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പയിലൂടെ ആദ്യം ഗോൾ അടിച്ചത് റയൽ മാഡ്രിഡ് ആണ്. എന്നാൽ 36ാമത്തെ മിനിറ്റിൽ ഷെൽഡ്രൂപ്പിലൂടെ ആ ഗോള് ബെൻഫിക്ക മടക്കിയടിച്ചു. പിന്നീട് പെനാൽറ്റിയിലൂടെ പാവ്ലിഡിസ് ബെൻഫിക്കയ്ക്ക് ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 54ാമത്തെ മിനിറ്റിൽ ഷെൽഡ്രൂപ്പ് വീണ്ടും ബെൻഫിക്കയ്ക്ക് വലിയ ഒരു ആധിപത്യം കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയതാണ്. പിന്നെ റയൽ നൈറ്റ് എംബാപ്പെ 58ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു. മത്സരം 3-2 അങ്ങനെ നിൽക്കുന്നു. ഇഞ്ചുറി ടൈമിലേക്ക് 90 മിനിറ്റും കടന്ന് ഇഞ്ചുറി ടൈമിലേക്ക് കളി പോകുന്നു. അപ്പോഴും ബെൻഫിക്ക ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് ഗോൾ കീപ്പറുടെ ആ ഒരു ഗോൾ വിറക്കുന്നത്. അതോടുകൂടി അവർ 4-2 വിജയിച്ച് കയറിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് അവർ ഉറപ്പിച്ചു 24ാം സ്ഥാനത്ത്. അതേസമയം റയൽ മാഡ്രിഡ് 3ാം സ്ഥാനം കൊണ്ട് ഇറങ്ങിയ ടീം 9ാം സ്ഥാനത്തേക്ക് വീണുപോയി. ഇനി പ്ലേ ഓഫ് കളിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.